നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന സ്പെയിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ അനവധി കോൺസ്പിറസി തിയറീസ് പലരും പടച്ചുവിട്ടല്ലോ. തോറ്റു എന്ന് സമ്മതിക്കുക, നമ്മൾ മോശമായിട്ടാണ് കളിച്ചത്, നമ്മുടെ ടീമിൻ്റെ ലെവൽ മോശമായിരുന്നു എന്നുള്ളത് സമ്മതിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്ന ആ കഥകൾ നമ്മൾ എക്കോ ചെയ്ത് നമ്മളും അത് പ്രചരിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു സാക്ഷാൽ മരിയോ കെമ്പസ്. അർജന്റീന ഇതിഹാസം 1978 അർജന്റീനയെ കന്നി ലോകകപ്പ് കിരീടത്തിലേക്ക് കൊണ്ടുപോയ കെമ്പസ് പറയുന്നു. ഇനിയും ഇത് തിരിയാത്ത ആൾക്കാരുണ്ടോ? ഇത് വെറും കോൺസ്പിറസി തിയറീസ് ആണെന്നും തോറ്റാൽ തോറ്റെന്ന് സമ്മതിക്കലാണ് മാന്യത എന്നും അതിനു പകരം ഞങ്ങൾ തോറ്റു കൊടുത്തതാണ്, ഞങ്ങളെ തോറ്റു കൊടുപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കളിക്കാരെ അപമാനിക്കാതിരിക്കാനാണ് ശരിയെന്നും ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടോ? എന്തായാലും ഇവന്മാരെ തോറ്റു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് ബുദ്ധിമുട്ട്. എന്തായാലും അത് തന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തന്നെ മരിയോ കെമ്പസും നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ ടീം മികച്ച രൂപത്തിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആരാധകരും അത്തരത്തിൽ ഡിമാൻഡിങ് ആയിരിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റുപിടിക്കാതിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളതിനെ എക്കോ കൊടുക്കരുത്. ഒരു കാര്യം ഞാൻ വളരെ ബ്രീഫ്ലി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കറിയാമോ ഈ അർജന്റീൻ ജേഴ്സിക്ക് ഞാൻ കൊടുത്തിരുന്ന പ്രാധാന്യം എന്താണെന്ന്? ഒരു പ്ലെയർക്ക് അയാളുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നും നേടാനില്ല. ഞാൻ ആ കാര്യത്തിൽ വളരെ ലക്കിയായിരുന്നു. ഞാൻ നിങ്ങളോട് കള്ളം പറയുകയല്ല. ഞാൻ തീർച്ചയായിട്ടും നമ്മളാരും പ്രതീക്ഷ പോലെയുള്ളൊരു മത്സരമല്ല ഫൈനലിൽ നടന്നിട്ടുള്ളത്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടീം കഴിഞ്ഞ 3 മത്സരങ്ങളിൽ എങ്ങനെ കളിച്ചോ അതേ ലെവലിലല്ല ഉണ്ടായിരുന്നത്. ഇത് ഫുട്ബോളിൽ ഇങ്ങനെ സംഭവിക്കും. ഒരു ദിവസം നിങ്ങൾ നല്ല ബെറ്റർ ആയിട്ട് കളിക്കും, അടുത്ത ദിവസം വേഴ്സ് ആവാം. ഞാനത് എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം നന്നായി കളിക്കും, അടുത്ത ദിവസം മോശമാകാം, അത് സ്വാഭാവികമാണ്. മേ ബി 1000 ടൈംസ് എങ്കിലും ഞാൻ അങ്ങനെ ഈ ഒരു വ്യത്യാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വി ഹാവ് ടു കീപ് ഗോയിങ്, അതാണ് അവിടെ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ടീമുകൾ തമ്മിലുള്ള ഡിഫറൻസും വളരെ വലുതായിരുന്നു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഈ റൂമേഴ്സ്, അത് ഒരു പ്രൂഫുമില്ലാതെ നടക്കുന്നതാണ്. ആ റൂമേഴ്സ് ഏറ്റുപിടിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നുകൂടി മരിയോ കെമ്പസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.